ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നത് ഇഗോർ സ്റ്റീമാക്ക് ടീം വിടാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഒഫീഷ്യലായി AFF നിലവിൽ ഈ കാര്യം വ്യക്തമാക്കിയത്. ഇഗോർ സ്റ്റീമാക്കിനെ ഒഫീഷ്യലായി സാക്ക് ചെയ്തത്, അതായത് പുറത്താക്കിയിട്ടുള്ളത്. എന്നാൽ ഇഗോർ സ്റ്റീമാക്ക് പൂർണ്ണമായും ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ നിന്ന് പുറത്തായോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇത് വിവാദങ്ങളായ, അതായത് ഇതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണമെന്നുള്ള കാര്യം തന്നെയാണ്. നിലവിൽ AFFന് പണമില്ലാത്തതുകൊണ്ട് താരത്തിനെ പുറത്താക്കില്ല എന്നാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ടിൽ. എന്നാൽ പെട്ടെന്ന് ഉടൻ തന്നെയാണ് AFF ഒരു ആശ്ചര്യമായ ഒരു വലിയൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്, അതായത് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകാരം നിലവിൽ ഇദ്ദേഹത്തിന് 10 ദിവസം സമയം മാത്രമാണ് AFFന് ഉള്ളത്. അതായത് ഇദ്ദേഹത്തിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ. ശേഷം 3 കോടിയോളം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ കരാർ റദ്ദാക്കിയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇഗോർ സ്റ്റീമാക്കാകട്ടെ ഈ ഒരു തുക വേണ്ട എന്നിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹം വെറുതെ അല്ല അദ്ദേഹത്തിന് ഈ ഒരു കോമ്പൻസേഷൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യൻ ടീം കൂപ്പുകുത്തിയതിന് പ്രധാന കാരണം താനല്ല എന്നും AFFൻ്റെ തലപ്പത്തുള്ളവർ ആണെന്നാണ് താരം ഇതിലൂടെ പ്രസ്താവിക്കുന്നത്. അതായത് നിലവിൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ AFFൻ്റെ തലപ്പത്തുള്ള അംഗങ്ങൾ, സെക്രട്ടറി, പ്രസിഡന്റ്, ചെയർമാൻ എല്ലാവരും തന്നെ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ താരത്തിന് ഒരു രീതിയിലുള്ള കോമ്പൻസേഷൻ AFF നൽകണ്ട എന്നാണ് നിലവിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിൽ AFFൻ്റെ സ്ഥാനം ഒഴിയുന്നത് നിലവിൽ നടക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കോമ്പൻസേഷൻ നിലവിൽ AFF കൊടുത്തേ പറ്റുകയുള്ളൂ. എന്നാൽ ഈ 10 ദിവസത്തിനുള്ളിൽ താരത്തിന് കോമ്പൻസേഷൻ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ താരത്തിന് ഫിഫയുമായും കോടതിയിലുമൊക്കെ കേസിന് പോകാം. അങ്ങനെ ഫിഫയുടെ ഭാഗത്തു നിന്നും AFFന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടേക്കാം. ട്രാൻസ്ഫർ, ഒരു ബാൻ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് വരുന്ന ഫിഫയുടെ മത്സരങ്ങളിൽ നിന്നും, അതായത് ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരു ബാൻ തന്നെ ഇന്ത്യൻ ടീമിന് കിട്ടിയേക്കാം. അപ്പോൾ വളരെ വലിയൊരു ഭീഷണിയിലാണ് നിലവിൽ ഇന്ത്യൻ ടീം നിൽക്കുന്നത്. അപ്പോൾ ഇഗോർ സ്റ്റീമാക്കിന് 3 കോടി രൂപ ഉടൻ തന്നെ AFF നൽകിയിട്ടില്ല എങ്കിൽ ഇന്ത്യൻ ടീം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ കണ്ടിനറിയണം ഇഗോർ സ്റ്റീമാക്ക് എന്നൊരു ബാധ ഇന്ത്യൻ ടീമിന് ഒഴിഞ്ഞു പോകുമോ എന്ന്. നിലവിൽ ഇദ്ദേഹത്തിനെ ഔട്ടാക്കിയതിൽ ആരാധകർ വളരെ സന്തോഷത്തിലാണ്. കാരണം മികച്ചൊരു കോച്ചാണ് ഇനി വരുമെന്നാണ് ആരാധകർ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ടിനറിയണം ഇഗോർ സ്റ്റീമാക്കിനെ പകരക്കാനായി ആര് വരുമെന്നും ഇഗോർ സ്റ്റീമാക്കിനെ പൂർണ്ണമായും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കുമോ എന്നും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ പ്രധാന കാര്യം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോവുക. അടുത്ത വീണ്ടും കാണാം.